ഖലഫ് എന്ന് പറയുന്ന വലിയ ഒരു മഹാൻ പരിശുദ്ധമായ മുഹറം 10 അന്ന് പള്ളിയിൽ നിന്ന് ഇബാദത്തുകളൊക്കെ ചെയ്ത് ധാരാളം റബ്ബിനെ ഓർത്ത് ദിക്റുകളൊക്കെ ചൊല്ലി കരഞ്ഞ കണ്ണുകളുമായി പള്ളിയിൽ നിന്നതാ ഇബാദത്തുകൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സ്ത്രീ വരികയാണ്. ആതിയത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മഹാനവറുകളോട് പറയുകയാണ്, മഹാനവറുകളെ, എന്റെ കൂടെയുള്ള ഈ മക്കളുണ്ടല്ലോ, ഇവര് പട്ടിണിയാണ്, ഇവർക്ക് ബാപ്പയില്ല, വലിയ വിഷമത്തിലാണ് ഞങ്ങള്, വലിയ വേദനയിലാണ് ഞങ്ങള്. ഞങ്ങളുടെ ഇസ്സത്ത് ഓർത്തുകൊണ്ട് ആരുടെ മുന്നിലും പരാതി പറയാൻ പോകാറില്ല, വേദനകൾ പറയാൻ പോകാറില്ല, കൈകൾ നീട്ടാറില്ല. ഗതികേട് കൊണ്ട് അങ്ങയുടെ മുന്നിലേക്ക് വന്നതാണ്. ഞാനൊരു അഹ്ലു ബൈത്തിലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഒരു ബീവിയാണ്, ഒരു സയ്യിദത്താണ്. അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ കൈമടക്കരുത്, ഞങ്ങളെ നിങ്ങൾ വെറുതെയാക്കരുത്. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നത് ഈ പാവപ്പെട്ട അഹ്ലു ബൈത്തായ ഈ മക്കളെ നിങ്ങൾ സഹായിക്കണേ. ആതിയത്ത് ഇബ്നു ഖലഫ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് വലിയ വേദനയായി പോയി, വലിയ പ്രയാസമായി പോയി, വലിയ വിഷമമായി പോയി. അല്ലാ, എന്റെ കയ്യിലൊന്നും സഹായിക്കാനില്ലല്ലോ, ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറെ ഒന്നും എന്റെ കയ്യിലില്ലല്ലോ. അല്ലാ, വലിയ ധനികനായിരുന്നു, വലിയ പണക്കാരനായിരുന്നു, പക്ഷേ പിന്നീട് പാവപ്പെട്ടവനായി പോയ ആളാണ് ആതിയത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മഹാൻ. പക്ഷേ ഒരു സയ്യിദത്തായ ഒരു ബീവി വന്നിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ട് എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ബീവിയുടെ ഉപ്പാപ്പയായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം തങ്ങളുടെ ഖൽബിൽ അത് വേദനയാകുമല്ലോ, പ്രയാസമാകുമല്ലോ. അതുകൊണ്ട് പരിഹാരം എന്താണ് റബ്ബേ എന്ന് ചിന്തിച്ചിട്ട് വേദനയോടെ ചിന്തിക്കുമ്പോൾ ആ മഹാനവറുകൾ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണേ, എന്റെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. സുബ്ഹാനല്ലാഹ്, വീടിന്റെ അകത്തളങ്ങളിലേക്ക് മഹാനവറുകൾ പ്രവേശിക്കുകയാണ്. ബീവിയായ സയ്യിദത്തിനോട് പറയുന്നു, നിങ്ങൾ വീട്ടിന്റെ അകത്തേക്ക് കടക്കാൻ പാടില്ല, പുറത്ത് നിൽക്കണേ, ഞാൻ എന്താണ് അവിടെയുള്ളതെന്ന് നോക്കട്ടെ. അങ്ങനെ വീട്ടിന്റെ അകത്തേക്ക് കയറി ചെന്ന് നോക്കുമ്പോ അവിടെ ഒന്നുമില്ല, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ. സുബ്ഹാനല്ലാഹ്, ഇനി എന്താണ് ചെയ്യുക? അതേ, ഒരേ ഒരു പരിഹാരം മാത്രമേയുള്ളൂ. ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം എടുത്ത് അഴിച്ച് അവർക്ക് കൊടുക്കുക, അവരത് കൊണ്ടുപോയി വിറ്റിട്ട് അവര് ഭക്ഷണം കഴിച്ചോട്ടെ, എനിക്ക് ഈ ഇരുട്ടിന്റെ അറയില്ലതെ ഞാനിവിടെ കഴിഞ്ഞുകൊള്ളാം. സുബ്ഹാനല്ലാഹ്, മഹാനവറുകളെ, വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് താനിട്ടിരിക്കുന്ന വസ്ത്രം അത് മെല്ലെ ഊരിയെടുക്കുകയാണ്. എന്നിട്ട് അതാ സയ്യിദത്തായ ബീവിയുടെ കയ്യിലേക്ക് വാതിലിന്റെ ഇടയിലൂടെ മെല്ലെ അങ്ങ് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, വീട്ടിലൊരു കീറ ചാക്കുണ്ട്, അതെ, ഔറത്ത് മറക്കാനുള്ള ഒരു കറുത്ത ചാക്ക് വസ്ത്രമുണ്ട്. അതെടുത്ത് തന്റെ ഔറത്തങ്ങ് മറച്ചിട്ട് മഹാനവറുകൾ നിസ്കരിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. പാതിരാത്രി സമയമായപ്പോ മഹാനവറുകൾ അങ്ങ് ഉറങ്ങുകയാണ്, ക്ഷീണിച്ച് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്തതാ സ്വർഗീയമായ ഒരു സ്ത്രീ മഹാനവറുകളുടെ സ്വപ്നത്തിലേക്ക് വരികയാണ്. എന്നിട്ടതാ ഒരു സുന്ദരമായ ഒരു ആപ്പിള് മഹാനവറുകളുടെ കൈകളിലേക്ക് നീട്ടുകയാണ്. ആ ആപ്പിളിന്റെ സുഗന്ധം വല്ലാത്ത ഒരു സുഗന്ധമാണ്, വല്ലാത്ത ആനന്ദത്തിന്റെ സുഗന്ധമാണ്. ആ പരിസരമാകെ അതേ സുഗന്ധം അടിച്ചു വീശുകയാണ്. മഹാനവറുകൾ ചോദിച്ചു, നിങ്ങളാരാണ്? അപ്പോഴാണ് സ്വപ്നത്തിൽ വന്ന അതേ സ്വർഗീയമായ സ്ത്രീ പറയുകയാണ്, ഞാൻ ആശൂറാണ്, പവിത്രമായ ആശൂറാന്റെ ദിവസം നിങ്ങളുടെ അടുക്കലേക്ക് ഒരു പാവപ്പെട്ട ഒരു സയ്യിദത്തായ ഒരു അഹ്ലു ബൈത്തിലെ ഒരു ബീവി നിങ്ങളുടെ അടുക്കലേക്ക് വന്നില്ലേ? വന്നപ്പോ നിങ്ങളതേ വലിയൊരു നന്മ ചെയ്തില്ലേ? നിങ്ങളതേ അടുത്തിരിക്കുന്ന വസ്ത്രമഴിച്ചു കൊടുത്തില്ലേ? അതിന് പകരമായി നിങ്ങൾക്ക് നൽകാൻ വേണ്ടി
വന്ന സമ്മാനമാണ് ഈ സമ്മാനമെന്ന് മഹാനവറുകളോട് ആ സ്വർഗീയമായ സ്ത്രീ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾക്ക് വലിയ സന്തോഷമായി. അല്ലാഹുവേ, ഈ സ്വപ്നം യാഥാർത്ഥ്യമാണെങ്കിലേ, മഹാനവറുകൾ അതാ ഉറക്കിൽ ഞെട്ടി ഉണരുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ, ഈ സ്വപ്നം യാഥാർത്ഥ്യമാണെങ്കിൽ എന്നെ ഈ സമയത്ത് ഇവിടെ വെച്ച് നീ മരിപ്പിക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകള് അവിടെ അങ്ങ് മരിച്ചു വീഴുന്നു. ഇർഷാദുൽ ഇബാദിൽ ഈ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മാഷാ അല്ലാഹ്, മുത്തുമൂമിനീങ്ങളെ, മുത്തുമൂമിനാത്തുകളെ, ഈ പവിത്രമായ മുഹറമിന്റെ സുന്ദരമായ ദിവസം അഹ്ലു ബൈത്തിനെ ഒന്ന് പരിഗണിക്കണേ, അവരെ ഒന്ന് സഹായിക്കണേ. നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗങ്ങളിൽ അഹ്ലു ബൈത്തിലെ പാവപ്പെട്ടവരാരെങ്കിലും ജീവിക്കുന്നുണ്ടോ, കഴിയുന്നുണ്ടോ, താമസിക്കുന്നുണ്ടോ? ഭക്ഷണത്തിന് വകുപ്പില്ലാത്തവരാണോ, രോഗികളാണോ, പ്രയാസപ്പെടുന്നവരാണോ? മദനീയ കുടുംബങ്ങളെ ഒന്ന് സഹായിക്കണേ, ഒന്ന് ഏറ്റെടുക്കണേ, ഒന്ന് കൈപിടിക്കണേ, ഒന്ന് അവർക്ക് സഹായമാകണേ. അല്ലാഹു നിങ്ങളെ വെറുതെയാക്കൂല, അല്ലാഹു നിങ്ങളെ കഷ്ടപ്പെടുത്തൂല. അല്ലാഹു നിങ്ങൾക്ക് മുന്തിയ പ്രതിഫലം തരും. അല്ലാഹു നിങ്ങൾക്ക് വലിയ ഖൈറാത്തുകൾ ചൊരിയും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളായ അഹ്ലു ബൈത്തിലെ ഏതെങ്കിലും പാവപ്പെട്ടവര് നിങ്ങളുടെ വീടിന്റെ സമീപത്തുണ്ടോ, പരിചയത്തിലുണ്ടോ? ഈ ആശൂറാന്റെ ദിവസം അവരെ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ അല്ലാഹു നിങ്ങളെ വെറുതെയാക്കൂല.